ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരാണോ? കടം വീടാൻ ഉതകുന്ന അത്ഭുതകരമായൊരു ഇസ്മിനെ കുറിച്ച് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എത്ര വലിയ കടമാണെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ്. ആരെങ്കിലും ഇത് സുജൂദിൽ കിടന്ന് ഈ ഇസ്മിനെ 7 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ, സുന്നത്ത് നിസ്കരിക്കുന്ന സമയങ്ങളിലും തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ആശ്രയിക്കാതെ പരാശ്രയരഹിതനായിട്ട് ജീവിക്കാനുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കതല്ല വേണ്ടത്. ഒരാളെയും ആശ്രയിക്കാതെ, ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണം. ഈ ഇസ്മ വളരെ എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ. വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ഇസ്മാണ്. നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ഇസ്മ ഇതിനുള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഇസ്മാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഇത്തരം ഇസ്മുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞു തന്നെ, ഞാനൊരാൾക്ക് ഒരു 4 ലക്ഷം രൂപ അയാൾ കുടുങ്ങിയ സമയത്ത് അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. നിസ്സഹായാവസ്ഥ കണ്ടു കൊടുത്തതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പിന്നെ അയാൾ ഒരു കാരണവശാലും അത് തിരിച്ചു തരാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. ഇന്ന് 4 വർഷം കഴിഞ്ഞു ഉസ്താദ്, ഇതുവരെയായിട്ട് തന്നിട്ടില്ല. അയാൾ എൻ്റെ ഫോൺ എടുക്കുന്നില്ല, എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. നമുക്ക് കിട്ടാനുള്ള ക്യാഷ് തിരിച്ചു കിട്ടാനൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം. എന്നിട്ട് അദ്ദേഹം സംസാരമുണ്ട്, ഉസ്താദെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളെ കുറിച്ചിട്ട് ഓലെല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന് പറയണ്ടായി. നമ്മൾ പറഞ്ഞ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരാൾ ചെയ്തതിൻ്റെ പേരിൽ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാര്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്മിനെ കുറിച്ച് പഠിക്കാം. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകമായിട്ട് ബുക്ക് ചെയ്തിട്ടേ വരാവൂ എന്നുള്ളത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും സുജൂദിൽ കിടന്ന് ഈ ഇസ്മിനെ 7 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു അവരെ പരാശ്രയരഹിതനാക്കും. പതിവായി ഇതിനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മഈശത്തിൻ്റെ വിഷയത്തിൽ ഒരു പേടിയും പ്രയാസവും ബുദ്ധിമുട്ടും അവന് സഹിക്കേണ്ടി വരൂല. അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും ഉടനെ തന്നെ അവന് ഉത്തരം ലഭിക്കുകയും ചെയ്യും എന്നൊക്കെ സ്വാലിഹീങ്ങൾ നമ്മെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ. ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ സർവദാതാവ്, അത്യുദാരൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ ഇസ്മിനെ പിടിച്ചെടുക്കപ്പെട്ടുള്ളത്. ഹിബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ധാരാളമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുന്നതിനാണ്. നമ്മളൊക്കെ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിനാണ് ഹിബത്ത് ചെയ്യുക, ഹിബത്ത് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ വളരെ സവിശേഷമേറിയ ഇസ്മാണ്. ആക്ഷേപത്തിൽ നിന്ന് ഒഴിവാകൽ തുടങ്ങിയ പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ അല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഹിബത്ത് എന്നാണ് പറയാറുള്ളത്. അള്ളാഹു ഒരു സവിശേഷമായ ഗുണത്തിൻ്റെ ഉടമയാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു പ്രവർത്തനവും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടണമെന്ന പ്രതീക്ഷയിൽ ചെയ്യുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതെല്ലാം ആ പ്രതീക്ഷയിലാണ് അവൻ നൽകുന്നത്. തിരിച്ചു കിട്ടണമെന്ന പ്രതീക്ഷയിലല്ല റബ്ബ് നമുക്ക് നൽകുന്നത്. അള്ളാഹു നമുക്ക് നൽകുന്നത് അവനവൻ്റെ അടിയാറുകളായ അടിമകൾക്ക് അനുഗ്രഹം നൽകുന്നു എന്ന രൂപത്തിലാണ്. അപ്പോൾ ഈ ഇസ്മ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും. അള്ളാഹുവിൻ്റെ ഔദാര്യം അനുസ്യൂതമായിട്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലേക്കും ലഭിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യവും അവനുമായി സന്ധിക്കുന്നതിലും മാത്രം താല്പര്യമുണ്ടാവുകയും സ്വർഗപ്രവേശനമോ നരകമോചനമോ ലക്ഷ്യമാക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി മാത്രം ദാനം ചെയ്യുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഹിബത്ത് വഹാബ് എന്ന ആ ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്?
അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയിട്ട് മറ്റു ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ധാരാളമായിട്ട് കൊടുക്കുക. അതിനാണ് യഥാർത്ഥത്തിൽ ഹിബത്ത്, വഹാബ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പരമമായ ലക്ഷ്യം എന്തായിരിക്കും? സുഖലോക സ്വർഗപ്രവേശമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും വേണ്ടി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഇസ്മിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ നമുക്ക് എത്ര കടങ്ങളുണ്ടോ, എത്ര ബാധ്യതകളുണ്ടോ, ആ കടങ്ങളും ബാധ്യതകളൊക്കെ പൂർത്തീകരിച്ച് വീട്ടാൻ ഈ ഇസ്മ ഒരു കാരണമാകുന്നതാണ്. ആരെങ്കിലും സുജൂദിൽ കിടന്ന ഈ ഇസ്മ 7 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാശ്രയരഹിതനായി ജീവിക്കാനുള്ള അവസരങ്ങൾ അവന് നൽകും. പതിവായി ഇതിനൊരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മഴീഷത്തിൻ്റെ വിഷയത്തിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ ചെലവിൻ്റെ വിഷയത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടൻ അവൻ ഉത്തരം നൽകും. ഇതൊക്കെ എത്രയോ സ്വാലിഹീങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരം ഇസ്മുകളൊക്കെ പതിവാക്കാം, അത് ചേർത്ത് വെക്കാം. നമ്മളത് ചൊല്ലുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് സൂഫിയാക്കളിൽ, ആധ്യാത്മിക ലോകങ്ങളിൽ ജീവിക്കുന്നവരിലൊക്കെ അവരൊക്കെ പതിവാക്കുന്നൊരു ഇസ്മും കൂടെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ ഈ ഇസ്മ നമ്മളിങ്ങനെ പറഞ്ഞു, ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ, ഇത് നല്ല രൂപത്തിൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ അത് പതിവാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ, നമ്മുടെ ജീവിതവും നമ്മൾ ഇതിനനുസരിച്ച് ഇങ്ങനെ ക്രമപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അറിയാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ വളരെ കൃത്യമായി അത് മനസ്സിലാക്കേണ്ടതാണ്. ഏത് കാര്യങ്ങളിലേക്കും സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ നീങ്ങിക്കിട്ടാനും ഈ ഇസ്മ പതിവായിട്ട് നമ്മൾ ചൊല്ലിയാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ, ഈ ഇസ്മ നമ്മളിതിനെക്കുറിച്ച് പറയുമ്പോൾ, ഓരോ ഇസ്മിനെക്കുറിച്ച് പറയുമ്പോഴും ആ ഇസ്മിൻ്റെ അദദ് എത്രയാണെന്ന് നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഇതിൻ്റെ അദദ് വഹാബ് എന്ന് പറയുമ്പോൾ വാവ് 6 ഹ 5, അലിഫ് 1, ബ 2, അങ്ങനെ ആകെ 14 ആണ് ഇതിൻ്റെ അദദ് എന്ന് പറയുന്നത്. ആ സംഖ്യ അനുസരിച്ച് നമുക്കിത് പതിവാക്കാവുന്നതാണ്. ഇനി അങ്ങനെ പതിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഇത് പതിവാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സുജൂദിൽ കിടന്നിട്ട് 7 തവണ ചൊല്ലുന്നത് വേണമെങ്കിൽ നമുക്ക് പതിവാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ പറയും അവരെല്ലാവരും അങ്ങനെ തന്നെയാണ്, ടീച്ചർമാരൊക്കെ അങ്ങനെയാണ്, ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ്, ആ ബാങ്കിലുള്ളവരെല്ലാവരും അങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും നമ്മൾ എന്തെങ്കിലും ഒരു ദുരനുഭവം ഒരാളുടെ അടുക്കലിൽ നിന്നുണ്ടായതുകൊണ്ട് നമ്മളെല്ലാവരെയും അതേപോലെ ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ശരിയായ രീതിയല്ല. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചതിയനാണെന്ന് പറയല്ലാതെ എല്ലാവരും ചതിയനാണെന്ന് പറയുന്ന രൂപവും രീതിയും ശരിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ അവരെക്കുറിച്ച് എന്തെങ്കിലും, അതും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വഴികൾ തുറന്നു തരുന്നുള്ളതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരാളുടെ വേഷം കണ്ടിട്ടോ അവരുടെ സംസാരം കണ്ടിട്ടോ ഒന്നും വിലയിരുത്തുന്നത് ശരിയല്ല. അവരുടെ ഉള്ളിൽ നന്മകളുടെ അംശങ്ങളുണ്ടായേക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ജൂത സ്ത്രീ വന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വിഷം പുരട്ടിയ മാംസം നൽകുകയും ചെയ്തു. ആ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് മുഖേന അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ അറിയിച്ചു കൊടുത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മോശമായിട്ട് പെരുമാറുകയോ പൗരുഷമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല രൂപത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. നമ്മുടെയും സ്വഭാവ രീതി അങ്ങനെ തന്നെയാണ് വേണ്ടത്. നല്ല രൂപത്തിൽ പെരുമാറുക, ആരെയും വെറുപ്പിക്കാതിരിക്കുക, ആരെയും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഏതു ഖൈറിൻ്റെ വാതായനങ്ങളും നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കം ചെയ്ത് നമുക്ക് റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നമ്മളോട് പിണങ്ങി നിൽക്കുന്ന സമയം, യാത്ര ചെയ്യുന്ന സമയം,
അതേപോലെ തന്നെ സാമ്പത്തിക ഇടപാട് നടക്കുന്ന സമയം. ഈ 3 സമയങ്ങളിൽ ഒരാളുടെ ശരിയായ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്, അയാളുടെ തനി രൂപം എന്താണെന്നുള്ളത്. സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്, ഇപ്പോൾ അവർക്കത് ആവശ്യമുണ്ടോ, നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വെറുതെ അവർ കബളിപ്പിക്കുന്നൊരു ശൈലിയും പ്രകൃതിയൊക്കെയാണ് അവരുടേത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടെ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല റാഹത്തിലുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള എല്ലാ വഴികളും റബ്ബ് നമുക്ക് തുറന്നു തരട്ടെ. ഈ അസ്മാഉൽ ഹുസ്ന നമ്മളെല്ലാ മജ്ലിസിലും രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ മജ്ലിസിൽ വെച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിയ്യത്ത് വെച്ച് നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും. അസ്മാഉൽ ഹുസ്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടും എന്നാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ.